ഹായ് ഹലോ ഇന്ന് നമുക്ക് പുതിയൊരു കേക്ക് ലോഗ് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് 4 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാണ്ട്, അത് കൂടാതെ അടുത്ത ദിവസത്തിനുള്ള കേക്കിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതിപ്പോൾ 7 മണി ടൈമായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാ ചട്നിയും പിന്നെ തലേന്നത്തെ സാമ്പാറും പിന്നെ നമ്മുടെ ദോശയാണ് കേട്ടോ, നമ്മളെ പുളിദോശ. അപ്പോൾ അത് നെയ് റോസ്റ്റ് പോലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ചെയ്യാതെ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡിലായിട്ട് കേക്ക് സ്പഞ്ചിനുള്ള ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. സ്റ്റാൻഡ് മിക്സറിൽ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കിന് അതും സെറ്റ് ആയിക്കോളും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നാകൊരു തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ സ്പഞ്ച് റെഡി ആയി കഴിഞ്ഞാൽ വലിയൊരു ടെൻഷൻ കഴിഞ്ഞു കേട്ടോ. അത് അടുത്ത ദിവസത്തിനുള്ളതാണേ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ കേക്ക് നമ്മൾ ഡെക്കറേഷൻ ഓരോന്നോരോന്ന് ചെയ്യലും എല്ലാം കൂടി ഒരു തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് 1/2 kg ആണ് കേക്ക് വേണ്ടത്, പക്ഷേ 1 kg കേക്കിൻ്റെ സൈസിൽ വേണം. അപ്പോൾ നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്തെടുത്തതാണേ. തെർമോക്കോളിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഷോപ്പിൽ നമുക്ക് റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ നല്ല ഹൈറ്റുള്ള ഇതാണ് കിട്ടുക. നമ്മൾ ഓരോ ഇഷ്ടത്തിന് സൈസിനൊന്നും നമുക്ക് കിട്ടില്ല. 5 ഇഞ്ച് 4 ഇഞ്ച് സൈസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താകുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിംഗ് റാപ്പ് ചുറ്റിയിട്ട് ഇനി നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. നമ്മൾ 3 ലെയറാണ് കേട്ടോ. 6 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേക്ക് 3 ലെയറും ഡമ്മി 2 ലെയറും, അപ്പം ടോട്ടൽ നമുക്ക് 5 ലെയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ 1 kg കേക്കായിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയും ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് പറയാറുണ്ട് കേട്ടോ, ഉള്ളിൽ ഡമ്മി വെച്ചിട്ട് കേക്ക് ചെയ്യണേ എന്നുള്ളത്. വീട്ടിൽ ആളില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം അവർക്ക് കുഞ്ഞി കേക്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ വലിയ കേക്ക് വേണേനും പക്ഷെ കഴിക്കാൻ ആളില്ല എന്നൊക്കെ പറയാറുണ്ട് ഓരോ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിന് എക്സ്ട്രാ റേറ്റ് മേടിക്കുമെന്ന് ചോദിച്ചാൽ റേറ്റ് മേടിക്കും. കാരണം നമ്മളെ ഡെമ്മിയും കവറിങ്ങും കാര്യങ്ങളും നമ്മൾ നോർമൽ 1 kgയുടെ ബോക്സും ബേസും കാര്യങ്ങളെല്ലാം വേണം. പിന്നെ നോർമൽ കേക്ക് പോലെയല്ല, അത് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് ഹാഫ് ബർത്ത്ഡേയുടെ കേക്കാണ്. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളേഴ്സും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേബീൻ്റെ ഡ്രസ്സ് ഈ ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് റോസ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അത് ഫോറിൻസിൻ്റെ നമ്മളെ ബട്ടർ ക്രീമിലൊക്കെ ചെയ്ത ഒരു കേക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സൈഡിൽ വരക്കണമെന്നാണ് കേട്ടോ ഒന്നുകൂടെ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു മുകളിൽ ടോപ്പിൽ വരക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷേ സൈഡിൽ വരക്കുമ്പോൾ അത് അത്ര വലിയ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നമുക്കിത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. കാരണം ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ചെയ്യണേ. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കൂടി മെച്ചമായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും ചെയ്തിട്ടാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബെറ്റർ ആക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മുകളിലും ഈ 2 ക്രീമും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കണം കേട്ടോ. കേക്കിൻ്റെ മുകളിൽ വെച്ച് ഹാഫ് ബർത്ത്ഡേ എന്നുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ വിളിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കേക്കിന് നെയിം കട്ട് ചെയ്ത് കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു കസ്റ്റമർ വിളിച്ചത്. അപ്പോൾ അവർക്കുള്ള ഈ ഒരു ഹാഫ് ബർത്ത്ഡേ തന്നെ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഗോൾഡിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോൾഡിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് മേടിക്കാൻ കസ്റ്റമർ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഡമ്മി കേക്കൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമേഴ്സ് നേരിട്ട് ഡയറക്റ്റ് വന്ന് മേടിക്കുകയാണ്. നമ്മൾ ഓട്ടോയിലൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം തെന്നിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഒരുപാട് ഡമ്മിയൊന്നുമില്ല, അതുകൊണ്ട് വലിയ ടെൻഷനില്ലായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് 2 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഷാരിക ടീച്ചർക്കുള്ള കേക്കാണ്. ഇത് സത്യത്തിൽ തലേന്ന് ചെയ്ത വീഡിയോസും നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ കേക്ക് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഒന്നിച്ച് ക്രം കോട്ട് ചെയ്തതൊക്കെ ഒരുമിച്ചായിരുന്നു, നമ്മൾ ഡിസൈൻ ചെയ്യണതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ കേക്കും സെപ്പറേറ്റ് വീഡിയോ ഇങ്ങനെ ഒന്നിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ കാണാനൊന്നും കൂടി ഈസി ആയിരിക്കും മനസ്സിലാവാനേ. അപ്പോൾ ഈ ഒരു കേക്ക്
7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ 2 7 ഇഞ്ചിൻ്റെ ടിന്നെടുത്തിട്ട് 2 kg ബാറ്റർ ഒഴിച്ചതാണ് കേട്ടോ. ടോട്ടൽ നമുക്ക് 7 ലെയേഴ്സാണ് ഞാൻ കേക്കിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ. ആ ഒരു ഡിസൈനാണ് ടീച്ചർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടല്ലോ കുഞ്ഞി കേക്കായിരുന്നു കേട്ടോ. കാരണം 5 ഇഞ്ചിലാണ് ചെയ്ത കേക്കായിരുന്നു. അത് നല്ല ടോളായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 2 kg ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചെറിയ ടിന്നിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് ഹൈറ്റ് ആവും. അപ്പോൾ ഞാൻ 7 ഇഞ്ചിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ തന്ന മോഡലിൽ കലണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനി ഈ ഒരു ബോൾസും ടോപ്പറും മാത്രമേ വെക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്ത വർക്ക് തന്നെ ചെയ്തതുകൊണ്ട്. പക്ഷേ ഉണ്ടല്ലോ അത് മാത്രം ഈ ഒരു കേക്കിൽ നമ്മളെ കലണ്ടറും ഈ ഒരു ബോൾസും ടോപ്പറും മാത്രമാണ് അവർ തന്ന പിക്കിൽ, നമ്മൾ ഓൾറെഡി ചെയ്ത പിക്കിൽ ഉണ്ടായിരുന്നത്. അതിൽ കേക്ക് ചെറുതാണ്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ കേക്ക് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുകയാണെങ്കിലും 2 kg ആണല്ലോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു കേക്ക്. അപ്പോൾ ആ കേക്കിൽ ഈ ഒരു ബോൾസും ടോപ്പറും മാത്രം വെച്ചിട്ട് ഒരുപാട് സ്പേസ് ബാക്കിയുള്ള പോലെ, ഒന്നും ഫില്ല് ചെയ്യാത്ത പോലെ തോന്നി. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് മുകളിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മളൊന്ന് മോഡൽ മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യത്തെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ നല്ല തിരക്കായതുകൊണ്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അത് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ കൊടുത്തയച്ചത്. അവർക്ക് ഉച്ചയുടെ മുന്നേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഓട്ടോയിൽ കൊടുത്തു വിട്ടു. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ടോളുമാണ്. പിന്നെ തലേന്ന് സെറ്റ് ചെയ്തതുകൊണ്ട് വലിയ ടെൻഷനില്ല കേട്ടോ. വീഡിയോയിൽ ഓരോരുത്തരും ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. അത് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അവർ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഡിസൈൻ ചെയ്യണത് കാണാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ബോക്സിലായിട്ടാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യണത്. എന്നാലേ നമുക്ക് അത്ര ഹൈറ്റ് ഉള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ടോൾ ബോക്സിൽ ചെയ്യുമ്പോൾ അതിന് മാത്രമുള്ള ഹൈറ്റ് ഇല്ലതാനും. അപ്പോൾ ഇനി ആ ഒരു കേക്ക് സെറ്റ് ചെയ്തു. ഇനി ഇത് അടുത്ത കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് 1/2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണേ. ഒക്കെ വൈറ്റ് ഫോറസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് ഞാൻ 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 3 ലെയേഴ്സ് വെച്ച് പിന്നെ നമ്മൾ ഇങ്ങനെ ഷേപ്പൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ തന്നെ നമുക്ക് 1/2 kg ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലെയറായിരുന്നു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബേക്ക് ചെയ്ത് വന്നപ്പോൾ 4 ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 3 ലെയറേ ഞാൻ കേക്കിൽ വെച്ചിട്ടുള്ളൂ. കാരണം ഡിസൈൻ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കേക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ ചെയ്ത അതേ വർക്ക് തന്നെയാണ് അവർ നമുക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നൂല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് എന്തോ അറിയില്ല, എനിക്കത് ഇഷ്ടമായി ചെയ്തില്ല. ഒന്ന് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല, അതാണ് സത്യം. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഞാൻ സ്ക്രൈപ്പറായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചെയ്തത് ഒന്ന് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വെക്കാണ്ടായിരുന്നു. റോസ് ഫ്ലവേഴ്സ് ക്രീമിൽ ചെയ്തതായിരുന്നു കേട്ടോ വെക്കാണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അപ്പോൾ നല്ല തിരക്കുള്ള ടൈമായതുകൊണ്ട് പിന്നെ ആ ഒരു കളറ് മിക്സ് ചെയ്തിട്ട് ക്രീമിൽ ഫ്ലവേഴ്സ് വരയ്ക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് വേഗം വെച്ച് കൊടുത്തത്. എന്നിട്ട് പിന്നെ എല്ലാം കേക്ക് ഒരുമിച്ചാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നൈറ്റിൽ കൊടുക്കാനുള്ള കേക്കാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഇത് സെറ്റ് ചെയ്ത് ബോക്സ് ചെയ്ത് വെച്ചു. പക്ഷേ കസ്റ്റമർ ഡിസൈൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഫുള്ള് ചുറ്റോറും റെഡ് കളറിൽ ഹാർട്ട്സും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ അയച്ചപ്പോൾ കസ്റ്റമർ അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു കേക്ക് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കേക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു കേക്ക് പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ ഒന്ന് ചോദിച്ചൊരു കേക്കായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത കേക്കാണ് കേട്ടോ. അവർ നമ്മളടുത്ത് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു. കാരണം ടൈം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ക്രീം വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വുഡിൻ്റെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ സ്റ്റെമ്മ് പോലെ അല്ലെങ്കിൽ കൊമ്പ് പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്രീമിൽ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ തോന്നിയത് ഇതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. പിന്നെ അവർക്ക് എഴുതാനുള്ളത് ഞാൻ ഫോണ്ടനിൽ എഴുതിയിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണേ.
അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.